തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ബീഹാർ. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി ഔദ്യോഗികമായി തുടക്കം കുറിക്കും. നരേന്ദ്രമോദി 2 റാലികളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ബഹുസരായി അതുപോലെ തന്നെ സമസ്തിപൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി. ദേശീയ നേതാക്കളെ സംസ്ഥാനത്തെത്തിക്കുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും. വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ആവേശപ്പോരിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം. ചിത്രം വ്യക്തമായി. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബീഹാറിലേക്ക് എത്തുന്നു. മഹാസഖ്യവും അതുപോലെ തന്നെ ദേശീയ നേതാക്കളെ വരും ദിവസങ്ങളിൽ ഇറക്കും. അങ്ങനെ എത്രത്തോളം തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലേക്ക് ബീഹാർ കടന്നു എന്ന് പറയാൻ കഴിയും? അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആശങ്കകളെല്ലാം തന്നെ പരിഹരിക്കാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. പരസ്പരം മത്സരിക്കുന്ന സൗഹൃദ മത്സരമെന്ന് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വന്നെങ്കിൽ പോലും തേജസ്വി അടക്കം പറഞ്ഞത് അത്തരമൊരു നിലപാടാണ്. പക്ഷേ അവരെല്ലാം തന്നെ പിൻവലിപ്പിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്നതിലേക്ക് പരമാവധി എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടത്തിലേക്ക് തന്നെയാണ് ബീഹാർ കടന്നിരിക്കുന്നത്. എൻഡിഎ മഹാസഖ്യം പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ ഒരു വശത്ത്, മറുവശത്ത് തേജസ്വി യാദവ് എന്ന നിലയിലേക്ക് തന്നെ നമുക്കതിനെ വ്യക്തമാക്കേണ്ടി വരും. കാരണം തേജസ്വിയാണ് മഹാസഖ്യത്തിന്റെ പൂർണ്ണമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റയാൾ പോരാട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള ആളുകളുടെ പിന്തുണയുണ്ട്. പക്ഷേ തേജസ്വിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തേജസ്വിയാണ് തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്ന ആർ.ജെ.ഡിയും അതുപോലെ തന്നെ മഹാസഖ്യവും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ട് അത് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിലും തേജസ്വിയുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും വളരെ കൃത്യമായ നിലപാട് അതിലൂടെ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് യുവാക്കളെ കൂടുതലായി സ്വാധീനിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ആർ.ജെ.ഡിയും കോൺഗ്രസും എല്ലാം തന്നെ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി വരുന്നതോടുകൂടി ചിത്രം അല്ലെങ്കിൽ കളം മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2 പരിപാടികളാണ് പ്രധാനമന്ത്രി ഇന്ന് എത്തുന്നത്. സമസ്തിപൂരിലും അതുപോലെ തന്നെ ബഹുസരായിലും. 12:15 സമസ്തിപൂരിൽ എത്തുന്നത്. 2 മണിക്കാണ് ബഹുസരായിലെ പരിപാടി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സമസ്തിപൂർ ആർ.ജെ.ഡിയുടെ സ്വന്തം തട്ടകമാണ്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ആർ.ജെ.ഡി സ്ഥിരമായി ജയിച്ചു പോകുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി ആദ്യം എത്തുന്നത്. സ്വാഭാവികമായും അവിടെ എന്ത് പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബഹുസരായി ബീഹാറിന്റെ വികസന മുഖമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ 2 സ്ഥലങ്ങൾക്കും 2 പ്രത്യേകതയുണ്ട്. ഒന്ന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട്, മറ്റൊന്ന് വികസനപരമായി തന്നെ. സ്വാഭാവികമായും ബഹുസരായെ സംബന്ധിച്ച വികസനം, ബീഹാറിന്റെ വികസനം ബഹുസരായിൽ നിന്ന് തുടങ്ങുന്നു. വികസിത നഗരം എന്നതൊക്കെ തന്നെ പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ബഹുസരായി. അതുകൊണ്ട് തന്നെ വികസനവും സംബന്ധിച്ച കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ബഹുസരായിൽ പറയുകയും മറ്റ് രാഷ്ട്രീയ നിലപാടുകൾ സമസ്തിപൂരിൽ പ്രധാനമന്ത്രി പറയുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി എന്താണ് ബീഹാറിൽ പറയാൻ പോകുന്നുള്ള സൂചന നൽകിയിരുന്നു. ബീഹാറിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സഖ്യമാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ബീഹാറിന് ഗുണം ചെയ്യില്ല. ബീഹാർ എങ്ങനെയായിരുന്നു ഇതിനു മുൻപെന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കണം. ഇപ്പോഴെന്താണ് ബീഹാറിന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കണം. അവിടേക്ക് പതിയെ എത്തുകയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ബി.ജെ.പി ഇതിൻ്റെ അകത്ത് എൻ.ഡി.എ അപ്പുറത്തേക്ക് ബി.ജെ.പി ലക്ഷ്യമിടുന്നത് സ്വന്തം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ നിതീഷ് കുമാർ ആയിരുന്നു കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി. ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിലല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക എന്നൊരു ചർച്ച കൂടി ബി.ജെ.പി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. മറുവശത്ത് മഹാസഖ്യത്തെ സംബന്ധിച്ച് ആർ.ജെ.ഡിയുടെ നേതൃത്വത്തിൽ തന്നെ ഇനിയിപ്പോൾ അവർ പ്രകടന പത്രികയിലേക്ക് പോകുകയാണ്. ഇതിനോടകം തന്നെ വനിതകൾക്ക് പ്രാമുഖ്യം കിട്ടുന്ന തരത്തിൽ നിരവധിയായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയൊക്കെ തന്നെ ഈ വരും ദിവസങ്ങൾ ഉണ്ടാകും.